ആരോഹണത്തിൽ ഷഡ്ധാരസായി ഷഡ്ജം, ശുദ്ധ ദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, അന്തരഗാന്ധാരം, വലിയ അന്തരഗാന്ധാരം, ശുദ്ധ ഋഷഭം, സ. ഇതാണ്. അപ്പോൾ സ്വരസ്ഥാനമാണ്. ഞാൻ നോട്ട്സ് എല്ലാവരും യൂട്യൂബിൽ ധാരാളം വീഡിയോസൊക്കെ പല പാട്ടിൻ്റെയൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഈ ശ്രീഗണനാഥൻ്റെ നോട്ട്സ് നൊട്ടേഷൻ എല്ലാത്തിലും ഉണ്ട്. ഇല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതുകൊണ്ടാണ് നോട്ട്സ് ഇടാത്തത്. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ടാണ് പുതുതായിട്ട് പഠിക്കുന്ന വീണ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും സംഗീതം പഠിക്കുന്ന കുട്ടികളായിരുന്നാലും ഒന്നുകിൽ പുസ്തകം ഉണ്ടാവും, ഇല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് നോട്ട്സും കൂടെ ഒന്നും കൂടെ എഴുതി ഇത് ചെയ്യാത്തത്. ഇനി നമുക്ക് സകല വിദ്യ എങ്ങനെ വായിക്കുന്നത് നോക്കാം. നോട്ട്സ് ഞാൻ പാടിയത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് സകല വിദ്യ നേരത്തെ പോലെ മായയുടെ ഗമകരീയിൽ കൊടുത്ത് അപ്പോൾ സകല വിദ്യ. അപ്പോൾ അത്രയും 6 സ്വരങ്ങളുണ്ടെങ്കിലും അതിൽ അവസാനത്തെ സ്വരത്തിന് ഒരു അകാരമോ ഇകാരമോ എന്ന് പറയാം. വിദ്യ അകാരം തന്നെയാണ്. അതിന് നമുക്ക് മീട്ടേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം മീട്ടണം. സകല വലിക്കുമ്പോൾ മീട്ടണ്ട. നേരത്തെ രണ അതെല്ലാത്തിനും നമ്മൾ കിട്ടും. ശ്രീഗണനാഥയ്ക്ക് ശ്രീനാഥയ്ക്ക് നമ്മൾ മീട്ടി, പിന്നെ സിദ്ധചാരന രണയ്ക്ക് നമ്മൾ മീട്ടി. ഇവിടെ വിദ്യ, അപ്പോൾ അതിന് വലിക്കുമ്പോൾ മീട്ടണ്ട. അപ്പോൾ ആകാരം കേട്ടോളൂ. സകല വിദ്യ. അതിപൂജിത പുസ്തകത്തിൽ അവിടെ സാഹിത്യം ഇല്ലെങ്കിലും ആ അകാരം ആയതുകൊണ്ടും സ്റ്റാർട്ടിങ് ഉള്ളതുകൊണ്ടും നമ്മൾ വായിക്കണം. മനസ്സിലായി? ആദി രീസ ആദി പൂ ഉകാരമുണ്ട്, പായ്ക്ക് ഉകാരമാണ്. അപ്പം ദാ വായിച്ചിട്ട് ഉകാരം വായിക്കണ്ട, മീട്ടണ്ട. മനസ്സിലായോ? ആദി പൂ ജിത മാപ്പ ജിത പായിൽ തന്നെയാണ് രണ്ടും. പായുടെ മീട്ട് പായിൽ കൊടുത്തിട്ട് മായിൽ പോയിട്ട് തിരിച്ചു വന്ന് പായിൽ മീട്ടും. അത് ഒന്നും കൂടെ വയ്ക്കാം. സകല വിദ്യ ആദി പൂജിത. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് സർവോത്തമ. സർവോത്തമയുടെ സ്വരം എന്ന് പറഞ്ഞാൽ രേ മാ പദ മാ പ അല്ലേ? സാർ എന്ന് പറയുമ്പോൾ മായിൽ വന്ന രീയിൽ മീട്ടിയിട്ട് മായിൽ വന്ന് കൈ വെച്ചാൽ മതി. സാർ ഓ. അവിടെ ഒരു ഉകാരം വരുന്നുണ്ട്. ഉകാരം വരുമ്പോൾ നമ്മൾ അകാരം ഇകാരം ഉകാരം മകാരം ഇതിനൊന്നിനും നമുക്ക് മീട്ട് വേണ്ട. അതെല്ലാം സൈലൻറ്റ് നോട്ട്സാണ്. തൊട്ട് മുന്നിലത്തെ സ്വരത്തിൻ്റെ കൂടെ അങ്ങ് വായിച്ചാൽ മതി. അപ്പോൾ സർവോ പാ വായിച്ചിട്ട് നമ്മൾ ദായ എവിടെയാണ് വായിക്കണേ? പായിൽ തന്നെ. അത് മായമളകുള്ള രാഗത്തിൻ്റെ മലഹരി രാഗത്തിൻ്റെ ഒരു ഗമകമാണ്. അതിൻ്റെ പാരൻ്റ് രാഗത്തിൻ്റെ സ്വഭാവം തന്നെയാണ് മലഹരി രാഗത്തിന്. അതുകൊണ്ടാണ് രണ്ടിനും ഒരുപോലെ ഗമകമുള്ളത്. മനസ്സിലായേ? അപ്പോൾ ഓ തമ തമ മാപ്പ തമ. അപ്പോൾ ഒന്നുകൂടെ സർവോ തമ തേയേ നാമോ നാമോ. രണ്ട് നമയും, ഒരു നമ മകയും ഒരു നമ റിസയും, നമ റിസയും. അപ്പം മക റിസ എല്ലാം കിട്ടണം. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ നേരത്തെ സർവോത്തമ തേ നാമോ നാമോ. ഇനി അടുത്ത് വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച ലംബോദ അംബാസുദയും പഴയ പോലെ അമ്പ. ഇവിടെയും കണ്ട ഒരു അകാരം വരുന്നുണ്ട്. അപ്പം പാ നമ്മൾ വലിച്ചാൽ മതി, മീട്ടണ്ട. ബ സൂദ മക മാ മീട്ടുക. എല്ലായിടത്ത് ഗാ വെച്ചിട്ട് ഗായി മീട്ട്. എല്ലാം കിട്ടണം. മനസ്സിലായി? അവിടെ എന്താ സരി വാങ്ങി അവിടെയും ബോ ഉകാരം അവിടുത്തെ ഉകാരം മായ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ മായിൽ തന്നെ കൈ വെച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
പിന്നെ എൻ്റെ ഫോൺ നമ്പർ 9446317753. താല്പര്യമുണ്ടെങ്കിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയുമോ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ പറയുമോ. 9446317753. ഇതാണ് ഫോൺ നമ്പർ. എൻ്റെ പേര് ഗീതാകുമാരി. നമസ്കാരം.